പോവാമേ. അമ്മ ഡോക്ടറോട് പറ. ക്ഷീണമുണ്ട് നിനക്ക്, അത് മാറട്ടെ, എന്നിട്ട് പോയാ മതി. അമ്മേ, ഹരിയെ വിളിക്കണം. ജീവൻ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. ഹരിയോട് മാറി നിൽക്കാൻ പറയണം. ഞാൻ പറഞ്ഞ ഹരി അത് ചെയ്യില്ല. അമ്മ തന്നെ പറയണം. ശരി, പറയാം. ഇപ്പൊ മോളൊന്ന് അനങ്ങാതെ കിടക്ക്. എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മേ. ജീവന്റെ ദേഷ്യം മുഴുവൻ ഹരിയോടാ. ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ച ഹരിക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നത് അവന് തന്നെയായിരിക്കും. എന്റെ മോള് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ അവരവനെ ശിക്ഷിക്കും. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു കാര്യം പറയാനുണ്ട് സർ. എന്താ സ്വാമി? വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സാറിപ്പോ പറഞ്ഞല്ലോ. സത്യത്തിൽ അത് അപകടമല്ലേ സാർ? സാറിനെ കുറിച്ച് ഇത്തരത്തിലൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ സാറിന്റെ അമ്മയോ ഭാര്യയോ ഒരു കംപ്ലൈന്റ് ചെയ്യുന്നത് നന്നായിരിക്കില്ല സാർ. പ്രത്യേകിച്ച് ഈ കാലത്ത് സ്ത്രീകളുടെ പരാതികൾക്ക് ഗൗരവം കൂടുതലാ. ഈ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഉണ്ടല്ലോ സാറേ, തൽക്കാലം വരുന്ന വിവാദങ്ങൾ മറച്ചു പിടിക്കാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തൽക്കാലം ഇതിനെ ആയുധമാക്കി അവര് എന്തെങ്കിലും ചെയ്താലോ? സ്വാമി പറഞ്ഞത് ശരിയാ. പക്ഷേ എന്ത് ചെയ്യാൻ? ചില സമയത്ത് ചില ധിക്കാരങ്ങൾ പൊറുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ സർ. സ്വാമി, അച്ഛൻ ഹൈദരാബാദിലെത്തിയിട്ട് വിളിച്ചോ? വിളിച്ചു സർ. പക്ഷേ അതിലെനിക്കൊരു എതിരഭിപ്രായമുണ്ട്. സ്വാമിക്ക് ഇന്ന് മൊത്തം എതിരഭിപ്രായമാണല്ലോ. ഹൈദരാബാദിൽ ആരംഭിക്കാൻ പോകുന്ന പ്രൊജക്റ്റിൽ സാറിന്റെ ഇതുവരെയുള്ള പ്രൊജക്ടുകൾ ഏറ്റവും കൂടിയതാ. അച്ഛൻ സാറിനെ ചതിക്കുവാണെന്ന് സാറിന് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്തിനാ സാറേ അദ്ദേഹത്തെ അങ്ങനെ ഒരു ചുമതലയ്ക്ക് അയച്ചത്? ഇവിടെ പത്രക്കാരെ പ്രകോപിപ്പിച്ചതുപോലെ അവിടെ ചെന്നും ഇത് തന്നെ ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? അച്ഛൻ ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല സ്വാമി. അച്ഛൻ ഹൈദരാബാദിൽ നിന്ന് തിരിച്ചു വരികയില്ല. സാർ? അതെ സ്വാമി. സ്വാമി, ആ മനുഷ്യൻ എന്റെ അച്ഛനാ. പക്ഷെ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ അത് പരാജയപ്പെട്ടു. എന്നുവെച്ച് തെറ്റ് തെറ്റല്ലാതാവുന്നുണ്ടോ? അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന് ഞാൻ പറഞ്ഞത് അതങ്ങനെ തന്നെയാ. അയ്യോ സാർ. അതേടോ സ്വാമി. പറയാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. അല്ല, നേരത്തെ പറഞ്ഞത് മകനാണ് ഇവരെ തല്ലിയതെന്നല്ലേ? അതെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹങ്ങൾ പലപ്പോഴും അവസാനിക്കുന്നത് അവർക്കിടയിൽ ഒരു കുഞ്ഞു വരുമ്പോഴാണ്. നിത്യ ഗർഭിണിയാണ്. എനിക്കൊരു ചെറിയ സംശയം തോന്നിയോണ്ടാണ് ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയത്. നിത്യ, ഹസ്ബൻഡിനെ വിളിച്ചത് അറിയിക്ക്.
എത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ഇതൊക്കെ അറിയുമ്പോൾ സന്തോഷിക്കും. ദെൻ കൂടുതൽ തർക്കങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഇനി നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കിട്ട് ജീവിക്കാൻ നോക്ക്. ഞാൻ കുറച്ച് മരുന്നുകൾ കുറിച്ചിട്ടുണ്ട്. അത് അസുഖത്തിനുള്ളതല്ല, ഈ സമയത്ത് വേണ്ട വൈറ്റമിൻസാ. അതൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ദെൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവര് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. താങ്ക് യു ഡോക്ടർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആ അമ്മേ, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നിമിഷങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഈ നിമിഷങ്ങൾ തന്നെയാണ് നമ്മളെ ഏറ്റവും പേടിക്കേണ്ടതും. അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണിത്. പക്ഷെ അത് ആരോടെങ്കിലും ഒന്ന് പറയാനോ ഒരു നിമിഷം ഒന്ന് സന്തോഷിക്കാനോ ആവുന്നില്ലല്ലോ നമുക്ക്.